നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമെൻ തണലെന്നും, നീ മതി എൻ യേശുവേ. നീ മാത്രമെൻ തണലെന്നും, നീ മതി എൻ യേശുവേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിഷ്കളങ്കനായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ എന്നുള്ള വാക്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും കൂടി നാം ജീവിക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് അനുകൂലമായിരിക്കും, ഒരു പരിചയായി, ഒരു സംരക്ഷണമായി ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസേപ്പ് എന്ന് പറയുന്നതായ മനുഷ്യൻ നിഷ്കളങ്കതയോടെയാണ് തൻ്റെ ജീവിതകാലം കഴിപ്പാനിടയായത്. തന്നോടിഷ്ടമില്ലാത്ത, തന്നെ ഉപദ്രവിപ്പാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളോട് പോലും യഥാർത്ഥമായി സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു യോസേപ്പിനെ നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുമ്പോൾ യോസേപ്പ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന അങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു എന്നാണ്. യോസേപ്പിന് വിരോധമായി ദുരാലോചന കഴിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയും തൻ്റെ അങ്കി ഊരിയെടുത്ത് തന്നെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളുകയും ചെയ്യുമ്പോൾ നിഷ്കളങ്കതയോടുകൂടി മാത്രം ജീവിക്കുന്ന യോസേപ്പിന് ദൈവസന്നിധിയിൽ ആഴമായ പ്രാർത്ഥന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സഹോദരന്മാർ കൈവിട്ടപ്പോൾ, അപ്പന് സഹായിപ്പാൻ കഴിയാതെ വന്നപ്പോൾ, എല്ലാ മേഖലകളിലും വഴികൾ അടഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അത്യുന്നതനായ ദൈവം നിഷ്കളങ്കതയോടെ ജീവിച്ച യോസേപ്പിന് ഒരു പരിചയായി വെളിപ്പെടുകയും ആ പൊട്ടക്കിണറ്റിലും മാത്രമല്ല പൊത്തിപ്പേറിൻ്റെ വീട്ടിലും മിസ്രൈമിലെ കാരാഗൃഹത്തിലുമൊക്കെ കൂടെ ഇരുന്ന് അവിടെ നിന്ന് തന്നെ രക്ഷിപ്പാനിടയായത് ദൈവത്തിൻ്റെ കരുണയാണ് എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തിന്മ ചെയ്ത സഹോദരന്മാർക്ക് നിഷ്കളങ്കതയോടെ ജീവിച്ച യോസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കാണുമ്പോൾ പറയുവാൻ കഴിയുന്നൊരു പ്രസ്താവന രേഖപ്പെടുത്തുന്നുണ്ട്: ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥമായി ഓർക്കണം, നിഷ്കളങ്കതയോടെ ജീവിച്ചിട്ടും അവനെ ഉപദ്രവിച്ച സഹോദരന്മാരുടെ ജീവിതത്തിൽ ആഴമായൊരു കുറ്റബോധമുണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, നിഷ്കളങ്കത മാത്രം, സത്യസന്ധത മാത്രം കൈമുതലാക്കി ജീവിതത്തിൽ മുൻപോട്ട് പോയ യോസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം മുഴുവനും വേദനകളുടെയും ദുഃഖങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ നടുവിലൂടെ കടന്നുപോയെങ്കിലും അത്യുന്നതനായ ദൈവം ഒരു സഹായിയായി, ഒരു സംരക്ഷകനായി, ഒരു പരിചയായി വെളിപ്പെട്ട് വരുവാൻ കാരണമായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ്
5-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, യഹോവേ, നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ടവനെ മറയ്ക്കും. ഈ നല്ല വചനത്തിൽ വിശ്വാസമുറപ്പിച്ച് നമുക്ക് മുന്നേറാം, നിഷ്കളങ്കതയോടെ ജീവിക്കാം. ദൈവം ഒരു പരിചയമായി നമുക്ക് വെളിപ്പെടും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നിഷ്കളങ്കതയോടെ ഞങ്ങൾക്ക് ജീവിപ്പാനും ദൈവത്തിൻ്റെ കരുണയും കരുതലും അനുഗ്രഹങ്ങളും അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങൊരു പരിചയമായി, അങ്ങൊരു സംരക്ഷകനായി ഞങ്ങൾക്കുള്ളതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.